ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു ഓറിയോ ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓറിയോ മൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 12 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിച്ചെടുത്തതിൽ നിന്ന് നമുക്കൊരു 10-12 ടീസ്പൂൺ വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 12 ടീസ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ എടുക്കാവുന്നതാണ്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടർ ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ മൂസ് കപ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് ഒരു പീസിന് 6 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ ബേക്കിംഗ് പ്രോഡക്റ്റ് ഷോപ്പിലൊക്കെ ഈ ഒരു കപ്പ് കിട്ടും. ഇതില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഒരു 2 ടീസ്പൂൺ വെച്ച് ഓരോ ഗ്ലാസ്സിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഗ്ലാസ്സിലും ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് സെറ്റാകാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്കും കൂടി ഒന്ന് വെക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു സ്പൂൺ വെച്ചിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു കപ്പിൻ്റെ 1/4 ഭാഗത്തോളം ഈ ക്രീം ഒന്നാക്കി കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമതൊരു ലെയറും കൂടെ ഉണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ ചോക്ലേറ്റ് മൂസിൻ്റെ 3 ലെയറും ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ഓറിയോ ബിസ്ക്കറ്റ് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്.
ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് മന്ന കിച്ചൺ, ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട് മന്ന ഹോം മെയ്ഡ് കേക്ക്സ്, ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.